Congestion. When too many packets are present in the subnet, the performance degrades. അപ്പോൾ നമ്മുടെ സബ്നെറ്റിൽ ഒരുപാട് പാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കൺജസ്റ്റഡ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ റെഡ്യൂസ് അവർ പെർഫോമൻസ്. അത് നമ്മുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. സോ ദിസ് സിറ്റുവേഷനെയാണ് കൺജഷൻ എന്ന് പറയുന്നത്. And this congestion control is a process of maintaining the number of packets in the network below a certain level at which performance falls off dramatically. അപ്പോൾ കൺജഷൻ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സബ്നെറ്റിലുള്ള പാക്കറ്റ്സിനെ ഒരു സർട്ടൻ ലെവലിന് ബിലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ആ സർട്ടൻ ലെവലിന് ബിലോ ആയിട്ട് നമ്മുടെ നമ്പർ ഓഫ് പാക്കറ്റ്സ് നിന്നാൽ മാത്രമേ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. അതായത് അതിന് മുകളിൽ അതിൻ്റെ ഒരു ഐഡിയൽ ലെവൽ ഉണ്ടായിരിക്കും. ആ ഐഡിയൽ ലെവലിന് എബവ് ആണെങ്കിലും നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അല്ല, അതിന് താഴെയാണെങ്കിൽ മാത്രം നമുക്ക് എന്താണ്, ആ നമ്പർ ഓഫ് പാക്കറ്റ്സ് ആ ഐഡിയൽ ലെവലിന് താഴെയാണെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് എന്താണ് കൺജഷനെ കൺട്രോൾ ചെയ്ത് പാക്കറ്റ്സിനെല്ലാം കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിലോട്ട് പാസ് ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ലാതെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെർഫോമൻസ് നമുക്ക് ഡീഗ്രേഡ് ആവാതെ ആ ഒരു ലെവലിന്, ആ ഒരു ഐഡിയൽ ലെവലിന് ബിലോ ആവാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാസസ് ഓഫ് കൺജഷൻ. ഇനി കൺജഷൻ ഒക്കർ ചെയ്യുന്ന കാസസ് എങ്ങനെയാണ് കൺജഷൻ ഒക്കർ ആവുന്നത്? ദ ഫോളോയിങ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കൺജഷൻ: സ്ലോ നെറ്റ്വർക്ക് ലിങ്ക്സ്, ഷോർട്ടേജ് ഓഫ് ബഫർ സ്പേസ്, സ്ലോ പ്രൊസസ്സേഴ്സ്, ലോ ബാൻഡ്വിഡ്ത്ത് ലൈൻസ്, മിസ്മാച്ച് ബിറ്റ്വീൻ സിസ്റ്റം പാർട്സ്. അപ്പോൾ നെറ്റ്വർക്ക് ലിങ്ക്സ് ഒക്കെ സ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ ബഫർ സ്പേസ് ഷോർട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് സ്ലോ ആണെങ്കിലോ ബാൻഡ്വിഡ്ത്ത് ലൈൻസ് സ്ലോ ആണെങ്കിലോ ഒക്കെ നമുക്ക് എന്തുണ്ടാവും? കൺജഷൻ ഉണ്ടാവും. അപ്പം സ്ലോ പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും CPU സ്ലോ ഇൻ ഡൂയിങ് ബുക്ക് കീപ്പിംഗ് ടാസ്ക്. അപ്പം നമ്മുടെ CPU സ്ലോ ആയിരിക്കും. ഓക്കെ. പിന്നെ ക്യൂസ് ബിൽഡപ്പ്. അപ്പോൾ ഇങ്ങനെ CPU സ്ലോ ആണെങ്കിൽ ഒരുപാട് ഡിലേ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡിലേ ഉണ്ടാവുന്നത് എന്തിന് കാരണമാക്കും? കൺജഷന് കാരണമാക്കും. ഇനി ലോ ബാൻഡ്വിഡ്ത്ത് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും കാൺ ഫോർവേഡ് പാക്കറ്റ് സെയിം ആസ് അറൈവിങ് സ്പീഡ്. ഇപ്പോൾ പാക്കറ്റ്സ് നല്ല സ്പീഡിലായിരിക്കും വരുന്നത്, പക്ഷേ ഇതിനങ്ങോട്ട് അതേ സ്പീഡിൽ അതേ സ്പീഡിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. ഇറ്റ് ഈസ് കാൾഡ് ലോ ബാൻഡ്വിഡ്ത്ത് ലൈൻസ്. മിസ്മാച്ച് ബിറ്റ്വീൻ സിസ്റ്റം പാർട്സ്. അപ്ഗ്രേഡിങ് സം പാർട്സ് ഓൺലി ഷിഫ്റ്റ്സ് ബോട്ടിൽ നെക്ക്. അപ്പം സിസ്റ്റം പാർട്സിൽ അതിനിടയിലുള്ള മിസ്മാച്ചും നമ്മുടെ കൺജഷന് കാരണമാവും. അതായത് കുറച്ച് പാർട്സ് അപ്ഗ്രേഡ് ചെയ്യും, കുറച്ച് പാർട്സ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? കൺജഷൻ ഉണ്ടാവും. അപ്പോൾ കൺജഷൻ ഉണ്ടാവുന്ന റീസൺസ്, ഹൗ കൺജഷൻസ് ഹാപ്പൻസ് അതാണ് പറയുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൺജഷൻ കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ കൺജഷൻ കൺട്രോളിൻ്റെ മൊത്തം എല്ലാ സൊല്യൂഷൻസും നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ്. ഓപ്പൺ ലൂപ്പ് സൊല്യൂഷൻസ് അറ്റംപ്റ്റ് ടു സോൾവ് ദ പ്രോബ്ലം ബൈ ഗുഡ് ഡിസൈൻ ടു മേക്ക് ഷുവർ ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. വൺസ് ദ സിസ്റ്റം ഈസ് അപ്പ് ആൻഡ് റണ്ണിങ്, മിഡ് കോഴ്സ് കറക്ഷൻസ് ആർ നോട്ട് മെയ്ഡ്. ഓപ്പൺ ലൂപ്പിൽ എങ്ങനെയാണ് നോക്കുന്നത്? അതായത് ഒരു പ്രോബ്ലം, അപ്പോൾ നമുക്ക് ഗുഡ് ഡിസൈൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ, അതായത് ഫസ്റ്റ് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്നായിരിക്കും ഓപ്പൺ ലൂപ്പിൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സിസ്റ്റം ഓണായി കഴിഞ്ഞാൽ, സിസ്റ്റം അപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൺ ചെയ്ത് തുടങ്ങിയാൽ ഇതിനിടയിലുള്ള കറക്ഷൻ, അതായത് റൺ ചെയ്ത് കഴിഞ്ഞാലുള്ള കറക്ഷൻസ് ഒന്നും ഇവിടെ നടക്കത്തില്ല. ഓപ്പൺ ലൂപ്പിൽ മിഡ് കോഴ്സ് കറക്ഷൻസ് നടക്കത്തില്ല. ഇനി ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിലോ ഇറ്റ് സൊല്യൂഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് എ ഫീഡ്ബാക്ക് ലൂപ്പ്. ദർ ഇസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് ദെയർ ആൻഡ് ദ സൊല്യൂഷൻസ് ആർ ബേസ്ഡ് ഓൺ ദിസ് ഫീഡ്ബാക്ക് ലൂപ്പ് ആൻഡ് ദിസ് അപ്രോച്ച് ഹാസ് 3 പാർട്സ്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് അപ്രോച്ചിന് 3 പാർട്സ് ഉണ്ട് നമ്മുടെ കൺജഷൻ കൺട്രോളിൽ. ഫസ്റ്റ് വി വിൽ മോണിറ്റർ ദ സിസ്റ്റം. ഹിയർ വി ഡിറ്റക്ട് വെൻ ആൻഡ് വെയർ കൺജഷൻ ഒക്കേഴ്സ്. എപ്പോഴാണ് കൺജഷൻ ഒക്കർ ആയെന്നുള്ളത് നമ്മൾ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കും. പാസ് ഇൻഫർമേഷൻ ടു വെയർ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ. ഇനി ആക്ഷൻ എവിടെയാണ് നമുക്ക് ഇതിനെതിരെയുള്ള കൺജഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആക്ഷൻ ടേക്ക് ചെയ്യാനുള്ളത്, ആക്ഷൻ എടുക്കാനുള്ളത് എന്നുള്ളത് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആൻഡ് വി വിൽ അഡ്ജസ്റ്റ് സിസ്റ്റം ഓപ്പറേഷൻ ടു കറക്റ്റ് ദ പ്രോബ്ലം.
നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റം ഓപ്പറേഷൻസിന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്പൺ ലൂപ്പും ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പും ഉണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ നമ്മൾ 3 പാർട്സ് ആയിട്ടായിരിക്കും കൺജഷൻ കൺട്രോൾ ചെയ്യുന്നത്. കൺജഷൻ കൺട്രോൾ ടെക്നിക്സ് ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പിലും വരുന്ന രണ്ട് മെത്തേഡ്സിലും വരുന്ന ടെക്നിക്കുകളാണ്. ഇൻ ഓപ്പൺ ലൂപ്പ് protocols to prevent or avoid congestion, ensuring that the system never enters a congested state. ഇപ്പം നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺജഷനെ പ്രിവെൻറ്റ് ചെയ്ത്, അതായത് നടക്കത്തില്ല, ഒക്കറാവത്തില്ല, കൺജഷൻ ഒക്കറാവത്തില്ല എന്നുള്ളൊരു എയിമിലാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു അവോയ്ഡ് കൺജഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ എന്താണ് നമ്മുടെ സബ്നെറ്റ് എന്താണ് ഒരു കൺജസ്റ്റഡ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഓപ്പൺ ലൂപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സ് റീട്രാൻസ്മിഷൻ പോളിസി ഉണ്ട്, വിൻഡോ പോളിസി ഉണ്ട്, അക്നോളജ്മെൻറ്റ് പോളിസി ഉണ്ട്, ഡിസ്കാർഡിംഗ് ഉണ്ട്, അഡ്മിഷൻ പോളിസി ഉണ്ട്. ദെൻ ക്ലോസ് ലൂപ്പിലാണെങ്കിൽ പ്രോട്ടോകോൾസ് ദാറ്റ് അലോ സിസ്റ്റം ടു എൻ്റർ കൺജസ്റ്റഡ് സ്റ്റേറ്റ്, ഡിറ്റക്റ്റ് ഇറ്റ് ആൻഡ് റിമൂവ് ഇറ്റ്. ക്ലോസ് ലൂപ്പിലാണെങ്കിൽ എങ്ങനെയാണ്, കൺജസ്റ്റഡ് സ്റ്റേറ്റിൽ എൻ്റർ ആവും. അങ്ങനെ എൻ്റർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓപ്പൺ ലൂപ്പ് ആയിരുന്നെങ്കിൽ അവിടെ നമുക്ക് 100% പക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും അത് കൺജസ്റ്റഡ് സ്റ്റേറ്റിലേക്ക് കയറത്തില്ല ഓപ്പൺ ലൂപ്പിലാണെങ്കിൽ. അങ്ങനെ നമ്മൾ കൺജഷന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഓപ്പൺ ലൂപ്പിൽ ചെയ്യുന്നത്. പക്ഷേ ക്ലോസ് ലൂപ്പിലാണെങ്കിൽ കൺജഷൻ ഉണ്ടാവും, നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യും. അതിൻ്റെ മെത്തേഡ്സാണ് ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഓക്കെ, ഇനി ഓപ്പൺ ലൂപ്പ് പ്രിവെൻഷൻ, അതായത് നമ്മൾ കൺജഷൻ അവോയ്ഡൻസ് ആണ് ഇവിടെ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റീട്രാൻസ്മിഷൻ പോളിസി. ഇഫ് ദ സെൻഡർ ഫീൽസ് ദാറ്റ് എ സെൻഡ് പാക്കറ്റ് ഈസ് ലോസ്റ്റ് ഓർ കറപ്റ്റഡ്, ദ പാക്കറ്റ് നീഡ്സ് ടു ബി റീട്രാൻസ്മിറ്റഡ്. Retransmission in general may increase congestion in the network. However, a good retransmission policy can prevent congestion. അപ്പോൾ റീട്രാൻസ്മിഷൻ വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ നമ്മുടെ സെൻഡറിന് നമ്മൾ ഈ സെൻഡ് ചെയ്ത പാക്കറ്റ് കറപ്റ്റായി അല്ലെങ്കിൽ ലോസ്റ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം നോർമലി റീട്രാൻസ്മിഷൻ എന്തായിരിക്കും, കൺജഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഗുഡ് റീട്രാൻസ്മിഷൻ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് കൺജഷനെ ഇവിടെ പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് റീട്രാൻസ്മിഷൻ പോളിസി. ഇനി വിൻഡോ പോളിസി. ദ ടൈപ്പ് ഓഫ് വിൻഡോ അറ്റ് ദ സെൻഡർ മേ ഓൾസോ അഫക്റ്റ് കൺജഷൻ. നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻഡർ സൈഡിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വിൻഡോ മേ ഓൾസോ അഫക്റ്റ് കൺജഷൻ. അപ്പോൾ സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ഈസ് ബെറ്റർ ദാൻ ദ ഗോ ബാക്ക് ആൻഡ് വിൻഡോ ഫോർ കൺജഷൻ കൺട്രോൾ. അപ്പോൾ സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണ് ഗോ ബാക്ക് ആൻഡ് വിൻഡോയെക്കാളും ബെറ്റർ ഓപ്ഷൻ. ആൻഡ് ഇൻ ദ ഗോ ബാക്ക് ആൻഡ് വിൻഡോ when the timer for a packet times out, several packets may be resent, although some may have arrived safe and sound at the receiver. അപ്പോൾ ഗോ ബാക്ക് ആൻഡ് വിൻഡോയിലാണെങ്കിൽ ഇപ്പോൾ ഓരോ പാക്കറ്റിൻ്റെയും ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ സെവറൽ പാക്കറ്റ്സ് മേ ബി റീസൺ. അപ്പോൾ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെവറൽ പാക്കറ്റ്സ് മേ ബി റീസൺ. സെവറൽ പാക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, റീസെൻഡ് ചെയ്യും. ആൻഡ് ഓൾദോ സം, അപ്പോൾ ചിലപ്പം ഈ റീസെൻഡ് ചെയ്ത സാധനത്തിൽ തന്നെ സേഫായിട്ട് അറൈവ് ചെയ്തുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ദിസ് ഡ്യൂപ്ലിക്കേഷൻ മേ മേക്ക് ദ കൺജഷൻ വേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ, അതായത് ഇപ്പോൾ നമ്മൾ സേഫായിട്ട് എത്തിയ സാധനം തന്നെ വീണ്ടും അയച്ചാൽ അവിടെ കൺജഷൻ ഉണ്ടാവത്തില്ലേ, അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, and in the selective repeat window, on the other hand, tries to send the specific packets that have been lost or corrupted. അപ്പോൾ സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ ആണെങ്കിൽ ആ സെലക്റ്റഡ് ആയിട്ടുള്ള പാക്കറ്റ്സ് മാത്രമേ നമ്മൾ റീസെൻഡ് ചെയ്യൂ. ഗോ ബാക്ക് ആൻഡ് വിൻഡോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെവറൽ എന്ന് വെച്ചാൽ സേഫായിട്ട് എത്തിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കാതെ എല്ലാ പാക്കറ്റും സെവറൽ പാക്കറ്റ്സ് വി വിൽ റീസെൻഡ് ഹിയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ കൺജഷൻ ഉണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാമല്ലോ, ചിലപ്പോൾ സേഫായിട്ട് എത്തിയതായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ കൺജഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വിൻഡോ പോളിസി. നെക്സ്റ്റ് ഈസ് അക്നോളജ്മെൻറ്റ് പോളിസി. ഇഫ് ദ റിസീവർ ഡസ് നോട്ട് അക്നോളജ് എവറി പാക്കറ്റ് ഇറ്റ് റിസീവ്സ്, ഇറ്റ് മേ സ്ലോ ഡൗൺ ദ സെൻഡർ ആൻഡ് ഹെൽപ്പ് പ്രിവെൻറ്റ്
കൺജഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അക്നോളജ്മെൻറ്റും കൂടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കൺജഷൻ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കൺജഷൻ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആവുമല്ലേ. അപ്പോൾ നമ്മുടെ റിസീവർ എല്ലാ പാക്കറ്റും ഇപ്പോൾ റിസീവായി എന്ന് പറഞ്ഞ് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സെൻറ്റർ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആവും അല്ലേ. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് പ്രിവെൻറ്റ് കൺജഷൻ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കേസസ് എന്ന് പറഞ്ഞാൽ എ റിസീവർ മേ സെൻഡ് ആൻ അക്നോളജ്മെൻറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ പാക്കറ്റ് ടു ബി സെൻഡ് ഓർ എ സ്പെഷ്യൽ ടൈമർ എക്സ്പയർസ്. അപ്പോൾ ഒരു റിസീവർ എപ്പോഴൊക്കെയാണ് അക്നോളജ്മെൻറ്റ് അയക്കുന്നത്, ഇഫ് ഇറ്റ് ഹാസ് എ പാക്കറ്റ് ടു ബി സെൻഡ്. അതിനിപ്പോൾ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യാനിരിക്കുവാണ്, ഇനിയൊരു പാക്കറ്റ് സെൻഡ് ചെയ്യാനുണ്ട്, അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ റിസീവർ അക്നോളജ്മെൻറ്റ് അയക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും, ഇന്ന ടൈമിനുള്ളിൽ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിലും അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുമായിരിക്കും. എ റിസീവർ മേ ഡിസൈഡ് ടു അക്നോളജ് ഓൺലി n പാക്കറ്റ്സ് അറ്റ് എ ടൈം. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, n പാക്കറ്റ്സ് അറ്റ് എ ടൈം, n പാക്കറ്റ്സ് മാത്രമേ അക്നോളജ്ഡ് ആയിട്ട് വരാവൂ. അതായത് അക്നോളജ്മെൻറ്റ് അറ്റ് എ ടൈം n പാക്കറ്റ്സിൻ്റെ അക്നോളജ്മെൻറ്റ് മാത്രമേ റിസീവ് ആവാകൂ എന്നുള്ളത് റിസീവർ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സെൻഡിങ് ഫ്യൂവർ അക്നോളജ്മെൻറ്റ് മീൻസ് ഇമ്പോസിങ് ഫ്യൂവർ ലോഡ്സ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പോൾ കുറച്ച് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്കിലെ ലോഡും കുറയ്ക്കാൻ പറ്റും. സോ വി ക്യാൻ പ്രിവെൻറ്റ് വാട്ട് കൺജഷൻ. നെക്സ്റ്റ് ഈസ് ഡിസ്കാർഡിംഗ് പോളിസി. A good discarding policy by the routers may prevent congestion and at the same time may not harm the integrity of the transmission. അപ്പോൾ ഒരു ഗുഡ് ഡിസ്കാർഡിംഗ് പോളിസി ഉണ്ടെങ്കിൽ, റൗട്ടേഴ്സ് ഗുഡ് ഡിസ്കാർഡിംഗ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺജഷനെ പ്രിവെൻറ്റ് ചെയ്യാം. അതേസമയം നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷനിലെ ഇൻറ്റഗ്രിറ്റി ലോസ് ആവത്തില്ല. ഓക്കെ, ഇൻറ്റഗ്രിറ്റിയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇൻ ഓഡിയോ ട്രാൻസ്മിഷൻ ഇഫ് ദ പോളിസി ഈസ് ടു ഡിസ്കാർഡ് ലെസ് സെൻസിറ്റീവ് പാക്കറ്റ്സ് വെൻ കൺജഷൻ ഈസ് ലൈക്ലി ടു ഹാപ്പൻ, the quality of sound is still preserved and congestion is prevented or alleviated. അപ്പോൾ നമ്മൾ ഓഡിയോ ട്രാൻസ്മിഷൻ്റെ കേസ് എടുത്താൽ ഇപ്പോൾ നമുക്ക് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സിന് ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ കൺജഷൻ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൗണ്ടിൻ്റെ ക്വാളിറ്റിയും പ്രിസർവ് ചെയ്യാൻ പറ്റും, കൺജഷനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഒരു ഗുഡ് ഡിസ്കാർഡിംഗ് പോളിസി ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ഫോർ പ്രിവെൻറ്റിംഗ് congestion. Next is admission policy. An admission policy is a quality of service mechanism which can also prevent congestion in virtual circuit networks. അപ്പോൾ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്സിൽ കൺജഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസം ആണ് അഡ്മിഷൻ പോളിസി എന്ന് പറയുന്നത്. ഹിയർ സ്വിച്ചസ് ഇൻ എ ഫ്ലോ ഫസ്റ്റ് ചെക്ക് ദ റിസോഴ്സ് റിക്വയർമെൻറ്റ് ഓഫ് എ ഫ്ലോ ബിഫോർ അഡ്മിറ്റിംഗ് ഇറ്റ് ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, നെറ്റ്വർക്കിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിസോഴ്സ് റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, റിസോഴ്സ് റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നെറ്റ്വർക്കിലേക്ക് അഡ്മിറ്റ് ചെയ്യുള്ളൂ. A router can deny establishing a virtual circuit connection if there is a congestion in the network or if there is a possibility of future congestion. അപ്പോൾ ഒരു റൗട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, റിസോഴ്സ് റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് റൗട്ടർ എന്ത് കണ്ടുപിടിച്ചത്, ആ നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ നെറ്റ്വർക്കിൽ ഒരു കൺജഷൻ ഉണ്ടാവാം എന്നുള്ളത്, അതിൻ്റെ ഒരു പോസിബിലിറ്റി ആ റൗട്ടർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ റൗട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റും, റൗട്ടറിന് ഡിനേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അഡ്മിഷൻ പോളിസി.